ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടമീസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നത്? ഇത്ര റെഡി ആയിട്ട് നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഡോക്ടറെ കാണണം. അതെ, നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് അമ്മ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, റിപ്പോർട്ട് നാളെ വരുന്നല്ല. അപ്പോൾ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ ആടയുടെ ചെറിയ ചെറിയ വേരിയേഷൻ. നമുക്ക് ടെൻഷനൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും പറഞ്ഞു ചെറിയ വേരിയേഷൻ ആണെങ്കിലും വരണം. അപ്പോൾ നമ്മൾ ഡോക്ടറിന് റിപ്പോർട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് വരുമ്പോൾ ഡോക്ടർ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കും. ഇതുവരെ നമ്മൾ തീരുമാനിച്ചില്ല. സോ ഇപ്പം നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ആസ്റ്ററിലാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു 1-2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അത്രക്കും തിരക്കുണ്ടായിരുന്നു. നമ്മളിവിടെ പോസ്റ്റാണ്. അവർ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി. ആസ്റ്ററിൽ കയറി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആസ്റ്റർ ക്ലിനിക്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. അവരങ്ങനെ ഹോസ്പിറ്റലിൽ കയറി. അത് ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അവർ ഹോസ്പിറ്റലിൽ കയറി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും സമയം എടുക്കുക, കുറേ സമയം കാത്തുക്കുന്നത്. റിസൾട്ട് വന്നത് കാണിക്കാൻ പോകുന്നതാണ്. അതെ ഗൈസ്, എൻ്റെ പുതിയ കവർ എങ്ങനെയുണ്ട്? പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇടുന്ന് കാണിക്കാൻ കഴിയല്ലോ. പിന്നെ കാണിച്ചു തരാം. അച്ചുണ്ട് കേട്ടോ നമ്മളൊക്കെ ബാക്കിൽ. അവരെ വെയിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ചായ കുടിക്കാനാവുമല്ലോ. ഇനിയിപ്പോൾ ഇപ്പോൾ കോർഫക്കാൻ പോകുന്നത്. അശ്വിനിയിൽ ഇപ്പോൾ തിരിച്ചു വരും. ദൂരമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർ കുറേ വെയിറ്റ് ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യുന്നുണ്ടാവോ? വിളിക്കാന്ന് പറഞ്ഞു. ഇടയ്ക്ക് കഴിഞ്ഞിട്ട് വിളിക്കാത്തോണ്ട് വെയിറ്റ് ചെയ്യലായിരിക്കും. ഓക്കെ, 3:30. ഓക്കെ ഗൈസ്, അവർ വന്നിട്ട് കാണിക്കാം. ഗൈസ്, ഞങ്ങളിവിടെ ഒരു ഇരുന്നിരുന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. മനോട്ടം വരുന്നുണ്ട്. എന്ത് പറ്റിയാവോ? ഇതെന്തേ? എന്തായി ചോദിച്ചിട്ട് ഉണ്ടായില്ല. ചോദിച്ചു തരാം. എന്ത് ഡിമാൻഡ് ഇപ്പൊ വ്ളോഗേഴ്സിനെല്ലാം. ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ ഗൈസ്. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പോസ്റ്റ് ആയി. അപ്പൊ നമ്മ കുറച്ച് സമയം ഗെയിം കളിക്കുന്നത്. അപ്പൊ ഇപ്പൊ തോന്നി വ്ളോഗ് എടുക്കാന്നല്ല. എന്ത് ഗെയിം വെച്ചെങ്കിൽ ഇവിടെ എന്താ ഒരു വാക്ക് വേർഡ്സ് നമ്മളിപ്പോ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു വാക്ക് പറയും. അത് ബാക്കിയുള്ളവർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കണ്ട വാക്ക് തന്നെ ആയിരിക്കണം. വേറെ അതേപോലത്തെ റിപ്പീറ്റഡ് വേർഡ് വേറെ എവിടെ എഴുതിയതാലും അത് പറ്റില്ല. നമ്മൾ കണ്ട ഏത് വേർഡാണോ അത് തന്നെ കണ്ടുപിടിക്കണം. ഞാൻ പറയട്ടെ. അതെ, ഇപ്പൊ നമ്മൾ കുറച്ച് സമയം കളിക്കുന്നേ. അല്ല, ഓൻ പറഞ്ഞു ഒന്ന് അവൈലബിൾ ഫ്രണ്ടിൽ തന്നെ അല്ലേ ചോ, ബാക്കോട്ടൊന്നും പറ്റില്ല. ഓനിപ്പോ അവൈലബിൾ എന്നുള്ള വാക്ക് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അവൈലബിൾ. ബി അവൈലബിൾ ഡ്യൂറിങ് ദിസ് ടൈം അല്ലേ? will not be available. അതല്ലേ? ഓ, അതല്ലേ ഈ കണ്ടതപ്പോ ഓൻ അതെല്ലാം തോന്നുന്നു. ഉറപ്പാ അതന്നെ. അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എത്തി. എന്ത് ഡോക്ടർ പറഞ്ഞത് നമുക്ക് ചോദിക്കാം. ഞാൻ പോയിട്ടാ, ഇവര് രണ്ടാളുമാണ് പോയത്. നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ടോക്കൺ കിട്ടി ഞങ്ങൾക്ക്. അപ്പൊ കേറിയിട്ട് അർച്ചന, യെസ്, ഹൗ ഡു യു ഫീൽ നൗ? യെസ് മാം, ഗുഡ്. ബെറ്റർ? യെസ്, ബെറ്റർ. ഓക്കെ, നത്തിങ് ടു വറി. സ്മോൾ ചെറിയൊരു ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ട്. കുഴപ്പമില്ല, അത് ആന്റിബയോട്ടിക്കിൽ മാറും. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിന് എന്തെങ്കിലും തീരെ മാറുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ഒരു കുറച്ച് 4-5 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. എങ്ങോട്ട് ഇതിപ്പോ തിരിഞ്ഞു? നീ പറയ്. അല്ല, എന്റെ ഡൗട്ട് നോക്കട്ടെ. അതിനകത്ത് നമ്മളുണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്ത് പറയാതിരിക്കുമ്പോ ഓക്കെ, ഇറ്റ്സ് ഫിനിഷ്ഡ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, മാം, അയൺ ഡെഫിഷ്യൻസി, ആർ യു ടേക്കിംഗ് എനി അതർ മെഡിസിൻസ്? നോ മാം. ഓക്കെ, നത്തിങ് ടു വറി. ഇവിടെ ഭയങ്കര പൈസയാണ്. പറഞ്ഞതൊന്നും മലയാളത്തിലല്ല. ഭയങ്കര പൈസയാണ്. നാട്ടിൽ നിന്ന് വാങ്ങിയാൽ മതി അയണിന്റെ ഗുളിക. അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, മാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ എന്തായാലും ഒരു പ്രശ്നമില്ല. ഇനി ഒരു ആഴ്ച കഴിഞ്ഞിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഞാൻ വേറെ മരുന്ന് എഴുതി തരാം. ഇതാണ് ഡോക്ടർ. എന്തൊക്കെയോ പ്രതീക്ഷകളായിട്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയത്. പ്രതീക്ഷകളെല്ലാം സ്ഥാനത്തായി പോയി ഗൈസ്. ഞാൻ വിചാരിച്ചു
ഇന്നലെ മുതലേ ഉണ്ട് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. അതില്ല, നാളെ ഇനി ഗുളിക എന്തായാലും ടാബ്ലറ്റ് എടുക്കേണ്ടി വരും. അയൺ ഗുളിക തിന്നണം. പിന്നെ അതെല്ലാം ഇങ്ങനെ ആലോചിച്ചോണ്ടായി. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ദുബായ് ബോർഡർ എത്തി ഗൈസ്. പുറത്ത് നല്ല മഴയില്ല, ചെറിയ മഴയുണ്ട്. ചെറിയ കുഞ്ഞു മഴ വരുമ്പോഴൊക്കെ ഷാർജ മുങ്ങുന്നു. ദുബായിൽ റൂം എടുത്തേക്കാം. ഇപ്പോ നമ്മള് കോർഫക്കാൻ പോവാന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു. കാരണം ഇപ്പൊ തന്നെ 4 മണിയായി. ഇത് പറഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് തിരിച്ചു വരും, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ചോദിച്ചു കോർഫക്കാൻ പോണ്ട, വേറെ ഭാഗത്തേക്ക് പോവാന്ന്. പക്ഷെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഇന്ന് ലൈവ് വേണ്ടേ? ലൈഫിന്റെ ഒരു ഭാഗമായി ഇപ്പൊ അത്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ നേരെ അബുഹയിലിൽ വന്നു. അബുഹയിലിൽ ഒരു സ്ട്രീറ്റ് മെനു എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക്. ഗൈസ്, നമ്മളെങ്ങനെ അബുഹയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ലക്ഷ്യം ചായ കുടിക്കുക. അടുത്ത് നമ്മളൊരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്, പേര് പറയുന്നില്ല. വേണ്ട ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കുക. അതെ, അപ്പോൾ അവിടുത്തെ ചായയും കടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഇഷ്ടമാണ്, അറിയില്ല ഇന്ന് പരിപ്പോടെ എന്നാണ്. അപ്പോൾ ഇവിടെ 1-2 പ്രാവശ്യം അല്ല, ഇവിടെ 1-2 പ്രാവശ്യം വന്നു. ഞാൻ ദുബായിൽ വന്നാൽ ഇതാണ് പ്രിഫർ ചെയ്യല്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം. അങ്ങോട്ടേക്കൊന്നും വ്ളോഗ് എടുക്കുന്നില്ല, കാരണം അവിടെ എല്ലാം നിറച്ചു ആൾക്കാരുണ്ട്. സോ നമുക്ക് ചായ കുടിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ ഗുറേർ മാളിലെത്തി. ഭയങ്കര സൗണ്ടല്ലേ, മൈക്ക് കണക്റ്റ് ആക്കിയിട്ട്, അതുകൊണ്ട് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. ഗുറേർ മാളിലെത്തി. നമുക്ക് 2-3 ഷോപ്പിൽ കയറി നോക്കണം, സാധനം ഉണ്ടോ എന്ന് നോക്കാം. മാധവന്റെ പുതിയ ഷൂ. ആദ്യമായിട്ട് ഞാൻ ബ്രാൻഡഡ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബ്രാൻഡഡ് ഷൂ. ഞാൻ അടുത്തത് വാങ്ങുന്നത് സ്കെച്ചേഴ്സിന്റെ വൈറ്റ് കേട്ടോ. ഞാനൊക്കെ വൈറ്റ് വേണ്ട, എൻ്റെ ഇപ്പോൾ വൈറ്റ് ആയിരിക്കില്ല, വൈറ്റ് വാങ്ങിയത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് പ്യൂമേന്റെ വൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഇനി പ്യൂമേന്റെ വൈറ്റ് വാങ്ങിക്കൂല, ഞാൻ തന്നെ വേറെ കളറായിരിക്കും, ഗ്രീനോ. ഞാനും സ്കെച്ചേഴ്സ് ചിലപ്പോൾ മാറ്റി പിടിക്കും, പല ബ്രാൻഡ്. അതെ അതെ. ഞാൻ നേരത്തെയാണ് വീഡിയോ എടുത്തത്. അതിന് ശേഷം എനിക്കൊന്ന് ഒരു മിനിറ്റ്, ഞാൻ നേരത്തെയാണ് വീഡിയോ എടുത്തത്. അതിന് ശേഷം ഒക്കെ ഒന്ന് ഗുറേർ സെൻറ്ററിൽ എത്തിയിട്ട് എന്തോ വീഡിയോ എടുത്തിട്ട് തോന്നുന്നു. അതിന് ശേഷം എടുത്തിട്ടാണ് നമ്മ ഗുറേർ സെൻറ്ററിൽ കുറച്ച് ഷോപ്പിലെല്ലാം കയറി. എന്നിട്ട് R&Bന്ന് അമ്മ ഒരു ജീൻസ് വാങ്ങിച്ചു. എന്നിട്ട് അമ്മ രതിവേട്ടനെ കാണാൻ പോയി. രതിവേട്ടനെ കണ്ടു, കുറേ സമയം മിണ്ടി. ഇപ്പം തണുക്കുന്നു കുറച്ച്. ടയേർഡായോ? അല്ലപ്പാ, ടയേർഡാവാൻ മാത്രമൊന്നുമില്ല, ചുമ കുറഞ്ഞു. അതിനുശേഷം ഇപ്പം നമ്മൾ വീട്ടിൽ പോകുന്നുണ്ട്. കുറച്ച് ട്രാഫിക് ഉണ്ട്. വീട്ടിലല്ല, അറേബ്യൻ ടേസ്റ്റിൽ പോയിട്ട് ഷവർമ കഴിക്കണം. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് നമ്മൾ ലൈവ് ഇടും. ഓക്കെ, തിരിച്ച് നമ്മൾ നേരെ റൂമിലേക്കല്ല പോയത്, നമ്മൾ നേരെ ആമീരുടെ അടുത്തേക്കാണ് പോയത്. അവിടെ കുറച്ച് സമയം വർത്താനം പറഞ്ഞിട്ടാണ് റൂമിലേക്ക് പോയത്. ഞാൻ ഇതിൽ കുറേ വീഡിയോസൊന്നും എടുത്തില്ല, കാരണം മാളിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് പോകാൻ പറ്റുന്നുണ്ടായിട്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ബൈ.